സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കടക്കുന്ന വിഷുപ്പുലരിയെ പുതുവർഷമായി പഴമക്കാർ കണക്കാക്കാറുണ്ട്. അന്ന് കണി കണ്ടുണരുന്നത് ആ വർഷത്തെ മുഴുവൻ ഐശ്വര്യപ്രദമാക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഇത്ര ഫോർമലായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഐ എം സ്റ്റോപ്പിംഗ് ദ ഫോർമൽ ടോക്ക്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ വിഷുവിനെ പറ്റി പറയുമ്പോൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ നല്ല കൃഷ്ണൻ്റെ ഒരു നല്ല ഭംഗിയുള്ള വിഗ്രഹവും നല്ല മഞ്ഞ വിഷുക്കണിക്കൊന്നയും പിന്നെ ഒരു ഓട്ടുരുളി നിറയെ നല്ല ഫലഭൂയിഷ്ടമായ ഫലങ്ങളുമൊക്കെ കണി കാണുക. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് കൈനീട്ടം, പിന്നെ നല്ല പുതിയ ഡ്രസ്സ് കിട്ടും, പിന്നെ നല്ല ഭക്ഷണം കിട്ടും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതിൽ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് പായസം. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയുടെ അതിഥികളായിട്ട് രണ്ട് ബ്യൂട്ടിഫുൾ ആക്ട്രസസ് അവരുടെ വിഷു വിശേഷങ്ങളും അവരുണ്ടാക്കുക നമുക്ക് നല്ല ഒരു ഫുഡൊക്കെ അവർ പരീക്ഷിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് രണ്ട് അതിഥികളുണ്ട്. ഒന്ന് അപർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആക്ട്രസ്സാണ്. കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ എന്നീ സിനിമകളിലൂടെ നമുക്ക് മുമ്പിലെത്തിയ അപർണ. പിന്നെ രൂപയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വളരെ ഈസിയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, നിലാ മൊഴിയേ. അതെ, ആ പാട്ടിലൂടെ നമുക്ക് മുമ്പിലെത്തിയ രൂപയും അപർണയുമാണ് ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയുടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ ടേസ്റ്റ് ഓഫ് കേരള. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് സുന്ദരികളായ ആക്ട്രസസ് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ കണിയെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ അപർണ, രൂപ രണ്ടുപേരും ഞങ്ങൾ കണിക്കൊന്നൊക്കെ അവിടെ അപ്പുറത്തെ കാട്ടിലൊക്കെ പോയി പറിച്ചു കൊണ്ടതാണ്. അവിടെ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് കണി ഒരുക്കുന്നതിലേക്ക് പോകാം അല്ലേ? അതെ. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഫ്ലാറ്റിലായതുകൊണ്ടും കൊച്ചിയിലായതുകൊണ്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ശരിക്കും കുറേ കൂടി സാധനങ്ങളൊക്കെ വേണം. നമുക്കുള്ളതുകൊണ്ട് ഓണം പോലെ ഇതൊക്കെ കാണുമ്പോഴാണ് നാട്ടിലത്തെ ഒരു വിഷുവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാവും. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ കണി എന്ന് പറഞ്ഞാൽ അത് ചക്ക, മാങ്ങ, നമ്മളെ ഈ മാങ്ങയ്ക്കൊന്നും ഈ ഷേപ്പേ അല്ല. ഈ മാങ്ങ നോക്കൂ, ഈ ഷേപ്പേ അല്ല. അതെ അതെ. നമുക്ക് എൻ്റെ നാട്ടിലത്തെ വിഷുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് വിളക്ക് കത്തിക്കാം. വിളക്കിന് മുമ്പിൽ ഇരുന്നാവാം കത്തി. രൂപ നിലാ മിഴിയേ എന്നുള്ള പാട്ട് എല്ലാവർക്കും അറിയില്ല. അതിൽ ടൂർണമെന്റിൽ അഭിനയിച്ച കുട്ടിയാണ് രൂപ മഞ്ചരി. സോ വിളക്കൊക്കെ കത്തിച്ചു, കണിയൊക്കെ ആയി, ഇവിടെ എല്ലാം റെഡിയായി. ഞാൻ ആദ്യം തന്നെ ഇതും എൻ്റെ വീട്ടിൽ, ഈ ഫ്ലാറ്റിൽ, കൊച്ചിയിലത്തെ ഫ്ലാറ്റിലാണ് ഞാൻ വിഷു ആഘോഷിക്കുന്നത്. നാട്ടിൽ മലപ്പുറത്താവുമ്പം ഉള്ള വിഷുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വലിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, അതുണ്ടാവും. പിന്നെ ഇതുണ്ടാവും. അതേപോലെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയല്ല. ഞങ്ങളൊക്കെ രാവിലെ കണി കാണാൻ തലേ ദിവസം രാത്രി ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ വരിക, കുളിച്ചൊരുങ്ങി. അങ്ങനെയൊന്നും ഞങ്ങൾ വരലില്ല. രാവിലെ അച്ഛൻ വിളിക്കും, അമ്മ കണി ഒരുക്കും, എന്നിട്ട് ആദ്യം അച്ഛൻ പോയി തൊഴും, പിന്നെ ഏട്ടൻ, ഞാൻ അച്ഛൻ ഇങ്ങനെ പിടിച്ച് കണ്ണൊക്കെ പൂട്ടി ഇങ്ങനെ കൊണ്ടുപോയി കണി കാണും. അവിടെ ഇരുന്ന് എല്ലാം കാണും. പകുതി ഉറക്കത്തിലാവും. പിന്നെ പടക്കൊക്കെ പൊട്ടുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുക. അപ്പം അങ്ങനെ പടക്കൊക്കെ പൊട്ടിച്ച് പിന്നെ രാവിലെ അമ്മ സദ്യ ഉണ്ടാക്കാൻ കയറും. ഞാനും അച്ഛനും ഏട്ടനും കൂടി അമ്പലത്തിൽ പോവും, പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് പിന്നെ കുറച്ച് നേരം അല്ല കുളിക്കാതെ ഞങ്ങൾ ആരും അമ്പലത്തിൽ പോവാറില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇരിക്കും, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. അല്ല, അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി വന്ന് പിന്നെ വിഷു കൈനീട്ടൊക്കെ കിട്ടും. അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് എല്ലായിടത്തുനിന്നും കിട്ടും. അത് കഴിഞ്ഞ് സദ്യ കഴിച്ച് കഴിഞ്ഞ് എല്ലാ വിഭവവും കൂട്ടി ചോറ് കൊണ്ടാണ്. ഇഷ്ടമില്ലാത്തൊക്കെ കഴിക്കണം എന്ന്. എല്ലാ വിഭവവും കൂട്ടി ചോറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അമ്മേൻ്റെ വീട്ടിൽ പോകും. അമ്മേൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണ്. അതെ, പകുതി. അത് വലിയ തറവാടാണ് ഞങ്ങളത്. അവിടെ എന്ന് പറഞ്ഞാൽ കസിൻസാണ് മുഴുവനാണ്. വിഷു എന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തും. ഓരോരുത്തരും ഓരോ നുക്കം കോണുള്ളൂ, പക്ഷെ എല്ലാവരും എത്തും. എല്ലാവരും എത്തി ഞങ്ങൾ എല്ലാവരും കൂടി
ഫുൾ എല്ലാവരും പടക്കമൊക്കെ കൊണ്ടുവരും. ഇന്ന് പിന്നെ അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം മുതൽ അങ്ങോട്ട് ആഘോഷമാണ്. ഉച്ച വരെ അച്ഛൻ്റെ വീട്ടിൽ ആഘോഷം. അത് കഴിഞ്ഞ് പിന്നെ കസിൻസ് കുറേ കുട്ടിപ്പടം ഉണ്ട്, പിന്നെ ചേച്ചിമാർ ഏട്ടന്മാർ എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കര ആഘോഷമാണ് ഇവിടെ. അങ്ങനെ അന്ന് മുഴുവൻ സദ്യ എന്നൊക്കെ ആയിട്ട് പോവും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ ഒരു വിഷുവിൻ്റെ ആഘോഷം ശരിക്കും 2-3 ദിവസം ഉണ്ടാവും. കാരണം ഞങ്ങൾ കസിൻസ് എല്ലാവർക്കും അന്ന് മുഴുവൻ വെജിറ്റേറിയൻ സദ്യ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് രാവിലെ മുതൽ നോൺ വെജ്. വിഷു കഴിഞ്ഞ അടുത്ത ദിവസം നോൺ വെജും എല്ലാം ആയിട്ട്. അത് പിന്നെ ഞങ്ങൾ ഈ വിഷു കഴിഞ്ഞ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു പുറത്തു പോലൊക്കെ ഉണ്ട്. അടുത്ത ദിവസം വിഷുവിൻ്റെ അന്ന് പോവില്ല, അടുത്ത ദിവസം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോയി. ആ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഓണമായാലും വിഷു ആയാലും എല്ലാവരും കൂടി കൂടിച്ചേർന്ന് ഭയങ്കര ആഘോഷമാണ്. അതെ അല്ലേ, പക്ഷെ ഞാൻ ഒറ്റ വിഷു ഓണം മിസ് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം മാത്രം ബ്യൂട്ടിഫുളിൻ്റെ ലൊക്കേഷനിലായതുകൊണ്ട് മിസ് ചെയ്തു. അതല്ലാതെ ഇന്നേ വരെ ഞാൻ ഓണം വിഷു അമ്മയുടെ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ ചെല്ലാതെ നിന്നിട്ടില്ല. എപ്പോഴും ഫാമിലിയുടെ ഒപ്പം തന്നെയാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ രൂപ വന്നത് എന്തിനാന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അവൾക്ക് എന്തോ ഉണ്ടാക്കി കൊടുക്കാന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ മറ്റോ പറഞ്ഞു. അത് വിട്, ഞങ്ങൾക്ക് ഇവിടെ ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് എന്താണ് അപർണ സ്പെഷ്യൽ? ടേസ്റ്റ് ഓഫ് അപ്പു, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ എൻ്റെ വളരെ അപ്പു എന്നുള്ളത് എൻ്റെ അത് തന്നെ എല്ലാവരും അങ്ങനെ വിളിക്കുക. എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റമാണ് പൈനാപ്പിൾ പായസം. കാരണം എൻ്റെ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എനിക്കത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുണ്ടാക്കാം. നമുക്ക് എൻ്റെ ഫ്രണ്ടായ രൂപ വളരെ കഷ്ടപ്പെട്ട് വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം രൂപയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയും അമൃത ടിവിക്ക് വേണ്ടി ഞാനൊരു അസല പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ പോവാ. സോ തുടങ്ങാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇതാ അത് നോക്കൂ, ആ ഒരു സുന്ദരനായ പൈനാപ്പിളിനെയാണ് നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ അരിഞ്ഞ് പായസമായിട്ട് നമുക്ക് ആഘോഷിക്കാം. അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ ശരി, എന്നാൽ ഞങ്ങള് പായസം ഉണ്ടാക്കാൻ നോക്കട്ടെ. കണി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൈനാപ്പിൾ കണ്ടത് മുതൽ അപർണയ്ക്ക് ഒരു ചെറിയ മോഹം, ഞങ്ങൾക്കൊക്കെ പൈനാപ്പിൾ പായസം തരണമെന്ന്. നമുക്ക് പിന്നെ വിഷുവിന് ഇതൊരു പതിവാണല്ലോ. അപ്പോൾ ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ ഞാനും, രണ്ടുപേർക്കും കുറച്ച് മധുരമായ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അപർണ പൈനാപ്പിൾ പായസവുമായിട്ട് റെഡിയാണ്. നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപർണ, ഇതിന് വേണ്ടത് പാല് വേണം, 2 കപ്പ് പാല്. പിന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ പായസമൊക്കെ ചൂടുള്ള പായസങ്ങളാണ്, പക്ഷെ ഇതൊരു തണുത്ത പായസമാണ്, ഫ്രോസൺ ആയിട്ട് കഴിക്കുന്ന. ഇത് പൈനാപ്പിൾ നല്ല മുറിച്ചിട്ട് ഈ കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് പിന്നെ അത് ഫ്രോസൺ ചെയ്തതാണ്. ഇപ്പോൾ ഓൾറെഡി ഫ്രോസൺ ചെയ്ത് വെച്ച പൈനാപ്പിളാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാര, പിന്നെ കണ്ടൻസ് മിൽക്ക്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചൊവ്വരി. ഓക്കെ, ഇതിപ്പം വേവിക്കാത്ത ചൊവ്വരി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേവിക്കാത്തതും വേവിച്ചതും അല്ല, വേവിച്ചത് മതി. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുക്കറിൽ ഇട്ടിട്ട് നല്ല വേവിച്ചിട്ട് നന്നായി കഴുകി ഇതിന്റെ പശ കളയണം. ഇതിന് ബേസിക്കലി ഒരു പശ ഉണ്ടാവും, അത് കളയണം. അത് കളഞ്ഞ് നന്നായി വേവിച്ച് വെച്ച ചൊവ്വരി വേണം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ അപർണ? ഓക്കെ. ആദ്യം നമുക്ക് ഈ പാലിലേക്ക് ഒഴിക്കണം. രണ്ട് കപ്പ് അല്ലേ? പാലൊന്നിങ്ങനെ കുറുകണം, ഒരു ബ്രൗണിഷ് കളർ കിട്ടണം, എന്നാൽ ആ ഒരു പായസത്തിന്റെ ലുക്ക് വരും. ഇനിയിപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെയെന്ന്. കാരണം നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് സ്ക്രീനിൽ അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഇനി വരാൻ പോകുന്ന ഒരു കളർഫുൾ മൂവിനെ പറ്റിയിട്ട്. അതിന്റെ പാർട്ടായിരുന്നു രണ്ടുപേരും. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇന്ന് പായസം ഉണ്ടാക്കുന്ന വിവരം അറിഞ്ഞിട്ട് മലയാളം അറിയില്ലെങ്കിലും രൂപ എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ്. കുറച്ച് മലയാളം അറിയാം. അപ്പോൾ അതുകൊണ്ടാണ്, അങ്ങനെയാണ് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. മല്ലു സിംഗില് ഞാൻ രൂപേനെ ആദ്യമായിട്ട് കാണുന്നത് മല്ലു സിംഗിലാണ്. ഞങ്ങൾ രണ്ടാളും മല്ലു സിംഗിലുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പോലെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് മല്ലു സിംഗ്. അത് May 3 തിയേറ്റേഴ്സിലെത്തും. അപ്പം അതിൻ്റെ ഷൂട്ട് ഞങ്ങൾ ആക്ച്വലി പാട്യാലയിലായിരുന്നു. നമ്മളൊരു 2 മാസത്തോളം
വർഷത്തോളം പഞ്ചാബ് പാട്യാലയിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പം കൊച്ചിൻ ഷെഡ്യൂളിന് വന്നാണ് ഇവിടെ. ഓക്കെ. അത് കഴിഞ്ഞ് ഇപ്പം ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷുവിൻ്റെ ഇടയിൽ. അപ്പം എന്തായാലും രൂപ തമിഴ്നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വിഷു ഒക്കെ കണ്ടിട്ട് തിരിച്ചയക്കാൻ വിചാരിച്ച് ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിയതാണ്. മലയാളം പഠിക്കാം. അതെ അതെ. ആക്ച്വലി ഷീ നോസ് മലയാളം ഇൻ ദ സെൻസ് ഷീ ക്യാൻ ഫോളോ. അങ്ങനെയാ നമ്മൾ മെല്ലെ സംസാരിക്കണമായിരിക്കും അല്ലേ? അതെ അതെ, മെല്ലെ മെല്ലെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് കുറച്ച് കാര്യത്തേക്ക് വരാം. കാരണം എൻ്റെ പാല് ഇപ്പൊ ഒരു പിങ്ക് കളർ ആയിട്ടുണ്ട്. നമ്മുടെ പായസത്തിന്റെ രസമില്ലേ കാണാൻ? നല്ല രസമുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടാം. ഇത് ചൊവ്വരി, എൻ്റെ നാട്ടിലതിന് സാബൂനരി എന്നാ പറയാ. ഞാൻ കോഴിക്കോട് അരിയാണ്. അപ്പൊ നമുക്ക് നമ്മളെ വേവിച്ച് വെച്ച ചൊവ്വരി ഇടാം. ഒന്നുകൂടി പറയാം, ഇത് കുക്കറിലിട്ട് നന്നായി വേവിച്ചിട്ട് പിന്നെ വെള്ളത്തിൽ ഇതിന്റെ പശ കഴുകി മാറ്റണം. അപ്പൊ ഈ ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ള പാലിലേക്ക് ഈ വേവിച്ച് വെച്ച ചവരി ഫസ്റ്റ്. അതെ, ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. പായസത്തിന് പേരിട്ടിട്ടില്ല അല്ലെ? പൈനാപ്പിൾ പായസം ആദ്യം തന്നെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ തണുപ്പുണ്ടായിരുന്നു, നമുക്ക് സ്പെഷ്യൽ പേര് വേണം തോന്നുന്നു. അതെ, ഇത് പായസം തണുത്ത പായസം എന്ന് പറഞ്ഞാൽ എല്ലാവരും തണുത്ത പായസം ഒന്നും വിചാരിക്കും, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റി പായസമാണ്. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുന്നല്ല, പക്ഷെ ഇറ്റ്സ് വെരി ടേസ്റ്റി ആക്ച്വലി. ഇത് നന്നായി ഇളക്കണം, കാരണം ഈ അരി ചിലപ്പോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. കാരണം ഇത് ഓൾറെഡി ഇതിന് ഭയങ്കര പശയാണ്. അപ്പൊ ഇത് നന്നായി ഇളക്കിയിട്ടില്ല, ഇത് ഒട്ടും. ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വിശേഷം പറയാം. പിന്നെ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ഞാൻ ചെയ്ത് തട്ടത്തിൻ മറയത്താണ്, വിനീത് ശ്രീനിവാസന്റെ പടം. അതും ഇതുപോലെ എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് വിനീതിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതും. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് മെഹ്റൂ എന്നാണ്. മുസ്ലിം ക്യാരക്ടർ. ആദ്യമായിട്ടാണ് ഞാൻ മുസ്ലിം ക്യാരക്ടർ ചെയ്യുന്നത് മലയാളത്തില്. അപ്പം അതും ജൂണിലെ നോട്ടം മുഴുവൻ പായസത്തിലാണ്. അപ്പം ജൂണിലാണ് അത് റിലീസ് ആവുന്നത്. ആ 2 പടം എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള പടമാണ്. അതുപോലെ അതിന്റെ മുമ്പ് ഞാൻ ചെയ്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇതിനി നമ്മൾ സംസാരിക്കുന്ന വരെ നമ്മുടെ പായസം കുറച്ചേരം ഇരുന്ന് വേവട്ടെ. ഓക്കെ. അപ്പം അതെന്ന് ഇളക്കണ്ട. ഇല്ല, ഇപ്പൊ ആവശ്യത്തിന് ഇളക്കി ഇനി കുറച്ച് വിട്ട് ഇതിപ്പം ഇപ്പൊ നല്ല ഇത് കണ്ടോ? ഓക്കെ. ഫുൾ നല്ല ഇതിലായിട്ട് മിക്സ്ഡ് ആയി. ഇനി ഇത് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം സിമ്മാക്കിയിട്ട് ഇരിക്കട്ടെ കുറച്ച് നേരം. ഇനി നമുക്കിപ്പോ എന്റെ വിശേഷം കുറെ കേട്ടു. തമിഴൊക്കെയാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല, നമ്മളാണെങ്കിൽ മെല്ലെ എല്ലാം സംസാരിക്കണം. രൂപ തമിഴില് ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ. അപ്പം தமிழ் தான், பட் பெங்களூர்ல இருந்து. ஸோ தமிழ்ல நான் 2 படம் பண்ணியிருக்கேன். ஃபர்ஸ்ட் படம் திரு திரு துரு துரு. ஓகே. அது மலையாளியோட ஒப்பாണ്, നമ്മുടെ ആയുഷ്മാന്റെ ഒപ്പം. ഇറ്റ് വാസ് എ റൊമാന്റിക് കോമഡി പടം അത്. ഓക്കെ. ഞങ്ങൾക്കൊക്കെ പക്ഷേ രൂപനെ അറിയുന്നത് നില നില. ஆக்சுவலி டோர்னமெண்ட் வந்து எனக்கு 3rd மூவி, மலையாளம்ல ஃபர்ஸ்ட் மூவி. ஓகே. பட் என்னோட கரியர்ல 2 தமிழ் மூவிஸ். 3rd மூவி. செகண்ட் படம் தமிழ்ல வந்து நான். സോ என்னோட പാടുവോ? നോ. പിന്നെ ഞാൻ പാടില്ല. അപ്പൊ നമുക്ക് തിരിച്ച് പായസത്തേക്ക് ഏതാണ്ട് ഇത്ര സമയം ഇങ്ങനെ വെക്കണം. ഇത് സംസാരിച്ച് തീരുന്നവരെ വെക്കണം. അതായത് എനിക്ക് എന്റേതായ ഒരു അളവുണ്ട്. ഇതിപ്പോ ഞാൻ നമ്മൾ 3 ആൾക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് നല്ല ബ്രൗൺ, അതായത് ഈ ചവ്വരി ഇതിലേക്ക് പായസത്തിന് ഭംഗി വരുന്നവരെ, ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് ഈ ഫ്രോസൺ പൈനാപ്പിൾ, ഇതിപ്പോ ആക്ച്വലി നമ്മള് ജസ്റ്റ് കുക്കറിലിട്ട് വേവിച്ചത്, അതോ എന്തെങ്കിലും വേറെ ആഡ് ചെയ്തിട്ടാണോ? പഞ്ചസാര ഇടണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ നന്നാവും. കാരണം ഇപ്പത്തെ ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെയൊക്കെ കൊച്ചിയിലൊക്കെ കണിയായിട്ട് അവിടെ ഇരുന്നിരുന്ന നല്ല സുന്ദരമായ പൈനാപ്പിൾ ആണ് ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത്. അല്ല, എന്താ വെച്ചാൽ നാട്ടിൽ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പോലെയല്ല ഇത്, ചിലപ്പോ മധുരം കുറവായിരിക്കും. അപ്പൊ ഇത് ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് നല്ല മുറിച്ച് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രോസൺ പൈനാപ്പിൾ ആണിത്. അപ്പൊ ഇത് നമുക്ക് ആഡ് ചെയ്യാം. ചെയ്തോളൂ. ഒരു ചെറിയ
നമുക്ക് ഇപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. പഞ്ചസാര ഞാൻ ടേസ്റ്റ് ചെയ്യണല്ലേ? അപ്പോൾ you wanna try? ഇല്ല, ഫസ്റ്റ് നീങ്ക. കുറച്ചും കൂടി പഞ്ചസാര ആവാം. ഒരു പൈനാപ്പിൾ ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ തന്നെ പൈനാപ്പിൾ പായസം കുടിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. അല്ല ഇതിപ്പോ ഇത്ര ഇളക്കുമ്പോഴേക്കും Escape you wanna from try? hospital. നമുക്കിനി കുറച്ചും കൂടി പഞ്ചസാര ഇടാം, കാരണം കുറച്ചും കൂടി പഞ്ചസാര വേണം. മധുരപ്രിയ ആയതുകൊണ്ടാണ്. അതെ, അത് മാത്രല്ല ഈ ഒരു പൈനാപ്പിളിന്റെ ആ ഒരു ഇത് വരും, ഒരു പുളി ഉണ്ടാവുന്നുണ്ട്. എത്രയായാലും ആ ഒരു ഫ്ലേവർ വരുന്നത് നല്ല പഞ്ചസാര ഇടണം. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് ആ രീതിയിലാണ് അതിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അപർണ ഇവിടെ ഭയങ്കര മധുരപ്രിയ, ഞങ്ങൾ രണ്ടുപേരും മോശമല്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം തന്നെ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ നല്ല ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, അല്ലാത്തവർക്കും ഇഷ്ടമാവും. കാരണം ഈ ഒരു തണുപ്പിച്ച പായസം എന്ന് പറയുമ്പോൾ തന്നെ അതെ 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 ഭയങ്കര ടേസ്റ്റ് ആണ്. കാരണം ഒന്നാമത് പൈനാപ്പിളിന്റെ ആ ഒരു ഫ്ലേവർ, പിന്നെ തണുപ്പ്, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതിന്റെ വായിൽ വെള്ളം വരാൻ തുടങ്ങി. ഒരു ഫ്ലേവർ യു ഗെറ്റിംഗ് ദി സ്മെൽ, ഒരു പൈനാപ്പിൾ സ്മെൽ. അത് അടുത്തടുത്ത് വരുന്നുണ്ട് അപർണ. My mouth is watering actually. Already? Yeah. സോ നമുക്കിനി അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ ഇപ്പൊ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു. എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തു. കുറേ പൈനാപ്പിൾസ് കാണാം. പൈനാപ്പിൾ നല്ല കുറേ സ്മാഷ്ഡ് പൈനാപ്പിൾ ആണ് ആക്ച്വലി. ഇത് മുറിച്ചതാണെങ്കിലും കുറേയൊക്കെ സ്മാഷ്ഡ് ആയിപ്പോയി. അപ്പം വേവിക്കുന്നുണ്ടല്ലേ? അതെ അതെ. അപ്പൊ ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, ഐ നോ, സോ കണ്ടൻസ് മിൽക്കിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഒരു കഥ, അതെ ഒരു കഥയുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് ടോൾഡ് യു. ഞാൻ ഡാൻസ് അപ്പം സ്കൂളിലാവുമ്പം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 6th 7th 8th ഒക്കെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് കഥകളിയാണ് ഏറ്റവും ഇഷ്ടം, കഥകളി മോഹിനിയാട്ടം. അതെ അതെ, കഥകളി ഞങ്ങൾ 3 കൊല്ലം സ്റ്റേറ്റില് ഫസ്റ്റ് ആയിരുന്നു. അതെ, കഥകളിക്ക്. സ്കൂളിങ് കോഴിക്കോട്, എല്ലാം കോഴിക്കോട്. സെന്റ് പോൾസ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളൊരു സ്കൂളിലാണ് പഠിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിച്ചത്. അപ്പം ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അമ്മ ഓഫർ ചെയ്യുന്ന സാധനമാണ്, നന്നായി കളിച്ചാൽ കണ്ടൻസ് മിൽക്ക് വാങ്ങി തരാം. എന്നിട്ട് സാധാരണ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിയുമ്പോൾ ഒരുപാട് രാത്രിയാവും. എന്നിട്ട് ഏതെങ്കിലും തുറന്ന സ്ഥലത്ത് നിന്ന് ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് അമ്മ കണ്ടൻസ് മിൽക്ക്, അതെ കണ്ടൻസ് മിൽക്ക് വാങ്ങി തരും. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കണ്ടൻസ് മിൽക്ക്. അതെ സത്യം. രൂപയ്ക്ക് തരാം. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റാത്തൊരു പായസമാണ്, കാരണം നല്ല മധുരമുള്ള പായസമാണ്. മധുരപ്രിയന്മാർക്ക് ഏറ്റവും ഇഷ്ടാവും ഇത്. അപ്പൊ അതുകൊണ്ട് നല്ലോണം കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ പറയാം. അതെ, വിഷുവിന്റെ അന്ന് എന്തു ആവാന്ന. ഇനി ഇതിൽ ഞാൻ ലേശം ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ രൂപ എന്റെ കൈ ഉണ്ടായാലും ഞാൻ നക്കി. സോ നമ്മൾ പായസം റെഡിയായി. അപ്പോൾ ടി വിയുടെ മുമ്പിലിരിക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു പായസമാണിത്. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് എന്നാണ് അപർണ പറയുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിലിങ്ങനെ കടിക്കുന്ന പാകത്തിലാണ് നമ്മൾ ഇത് മുറിച്ചിട്ടിരിക്കുന്നത് പൈനാപ്പിൾ, കാരണം അതാണ് അതിന്റെ ടേസ്റ്റ്. പിന്നെ ഇത് ഞാനും രൂപയും കൂടിയാണ് മുറിച്ചത്, അതുകൊണ്ടൊരു ഭംഗിക്കുറവ് ആ കഷ്ണങ്ങൾക്ക് കാണാം. അത് നന്നായിട്ട് കുക്കിംഗ് അറിയുന്ന 2 ആൾക്കാരെ മുറിച്ചതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഇതിന്റെ കഷ്ണങ്ങൾക്ക്. അതെ, ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരാളിങ്ങനെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ തമിഴ്നാട്ടിലെ വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്ന നമ്മളെ രൂപ മഞ്ചരിക്ക് കൊടുത്തോണ്ട് നമുക്ക് ഉദ്ഘാടന കർമ്മം കഴിക്കൂ. ஃபர்ஸ்ட் என்னோட பிரேயர்ஸ் சொல்றேன். ஓகே, கடவுளே இல்ல ரூபா, இது கேரண்டீடா. ஓகே, പിന്നെ ഇത് ஓகே. அப்ப இதா ஓகே, 1 2 3. ஓகே. நிஜமாலே ரொம்ப 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 நல்லா இருக்கு. ஸோ அப்படின்னா
இப்போ நான் ரொம்ப கன்வின்ஸ் എല്ലാരോടും പോയി പറഞ്ഞോളൂ അപർണയ്ക്ക് ഇങ്ങനെ ഒരു സാധനം அப்ப நான் ഉണ്ടാക്കാൻ. வந்து പൈനാപ്പിൾ പായസം എക്സ്പെർട്ട് എക്സാക്ട്ലി സോ എന്റെ വായിലും വെള്ളം എല്ലാവരും വരുന്നില്ല, വേണ്ടേ? സത്യം പറഞ്ഞ വേണ്ടേ? എന്റെ അപ്പൊ ഇതാ, വായിലും വരുന്നുണ്ട്. നമുക്ക് ഞാൻ എടുക്കാം ലേശം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. നോട്ട് ബാഡ്. അപ്പൊ ഉണ്ടാക്കിയ ആളും സാറ്റിസ്ഫൈഡ് ആണ്. അതെ. അപ്പോ ഇന്ന് നമ്മള് വിഷുവിന് കണിയൊക്കെ കണ്ട് കണിക്ക് അവിടെ വെച്ചിരുന്ന പൈനാപ്പിൾ മെല്ലെ അവിടുന്ന് പൊക്കി അതെ. നമ്മൾ അപർണയുടെ ഫേവറേറ്റ് ഡിഷ് ആയിട്ടുള്ള പൈനാപ്പിൾ പായസം പരീക്ഷിച്ചു. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുടെ മനസ്സാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അത്ര അല്ലെ ഒത്തിരി പ്രയാസമുള്ള ഒത്തിരി എന്താ പറയാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉള്ളതല്ല. ഒരു വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതെല്ലാവർക്കും ഇഷ്ടാവും. ഇത് എന്താ പറയാ ഭയങ്കര ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്, സത്യമായിട്ട് വിശ്വസിക്കൂ. അപ്പോൾ ഇത് രൂപ നോണ പറയില്ല. ഇനിയിപ്പോൾ എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും രൂപ നോണ പറയില്ല. ഷീ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. ഷീ ഹാസ് ദ സ്മൈൽ ഓൺ ഹർ ഫേസ്. யா இது ரொம்ப ரொம்ப நல்லா இருக்கு. சோ வெயிட் பண்ணதுக்கு ஐ திங்க் இட் வாஸ் worth തമിഴ്നാടിൽ നിന്ന് വന്ന് പായസം കുടിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മളെ പായസമൊക്കെ റെഡിയായി. വിഷു എല്ലാരും ഞങ്ങളെ പോലെ തന്നെ അടിച്ചു പൊളിക്കുക. എന്റെയും ഞങ്ങളെ മൂന്നാളുടെയും വക എല്ലാ അമൃത TV പ്രേക്ഷകർക്കും വിഷു ആശംസകൾ.